അഖിൽ മാരാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടും. അപ്പോൾ അഖിൽ മാരാർക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 1, 2, 3 എന്ന് പറഞ്ഞൊരു 3 വീഡിയോ അഖിൽ മാരാരുടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ്, അഖിൽ മാരാർക്കെതിരെ കേസ്. അയ്യോ, അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് ഇതായിരിക്കും കുറച്ച് കാലം. ഓക്കെ, ആൻഡ് ഞാൻ പറയാലോ, താല്പര്യമുള്ളവർ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നിങ്ങൾ എന്താണോ സമ്പാദിച്ച ആ ഒരു തുക, നിങ്ങൾക്ക് എന്താണോ വയനാട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുള്ള തുക, നിങ്ങൾക്കത് അങ്ങനെ കൊടുക്കണം എന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കണം. അല്ല, നിങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നേരിട്ട് ചെയ്യണം. ഓക്കെ, ഈ നാട്ടിൽ ഒരു നിയമമില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലൂടെ മാത്രമേ കൊടുക്കാൻ പാടൂ എന്നൊക്കെ, മനസ്സിലായോ? അങ്ങനെയും ചെയ്യാം, നേരിട്ടും ചെയ്യാം. എൻഡ് റിസൾട്ട് ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് സഹായം കിട്ടണം. ലാസ്റ്റ് ഇത്രയൊക്കെ ആളുകൾ മുഖ്യമന്ത്രിയിലൂടെയും സർക്കാരിലൂടെയും ഇല്ലെങ്കിൽ നേരിട്ടും സഹായിച്ചിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ കയ്യും തുറന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചെയ്ത പ്രവർത്തികളൊക്കെ വെള്ളത്തിൽ വരച്ച വരെയാണ്. ഓക്കെ, അപ്പം എന്താണ് വിഷയം? അഖിൽ മാരാർക്കെതിരെ എന്തിന് കേസ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം അഖിൽ മാരാർ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് മുമ്പുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അവിടെ തറ്റത്ത് വെക്കുന്നുണ്ട്. അതായത് മൂപ്പര് അന്തം കമ്മികൾക്ക് കുരുപൊട്ടാനും കുറച്ച് ക്യാപ്സ്യൂളുകളോ ആയിട്ട് ഓടി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട പോസ്റ്റാണെന്നാണ് അങ്ങേര് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഞാൻ ഇതുവരെ ചെയ്ത പ്രവർത്തികളൊന്നും ഞാൻ പുറത്ത് പറയാത്ത ഒരാളാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് അതിനകത്ത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അന്തം കമ്മികളെ കാണടേ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം നാട്ടിൽ പറമ്പിൽ വീട് വെച്ച് കൊടുക്കാം, ഓക്കെ, സഹായിക്കാൻ സുഹൃത്തുക്കളുണ്ട് എന്നുള്ള രീതിയിൽ 3 വീടിൻ്റെ കണക്കൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് അങ്ങേരിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്ന ലൈവാണ്. മുഖ്യമന്ത്രിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ പൈസയും 100% മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ വന്നു ചേരുന്ന ഒന്നാണ് എന്നതാണ് സത്യം. അതിൽ യാതൊരു വിധത്തിലുള്ള കള്ളത്തരങ്ങൾ ഉള്ളതായിട്ട് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതെന്ന് പറയുന്നത്, ഇത് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇപ്പം ഞാൻ എൻ്റെ തുക ആരിലേക്ക് എത്തണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നുമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ്റെ തുക പോകേണ്ടത്. അതിന് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ കേരളത്തിലുണ്ട്. ഈ കേരളത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു ദുരന്തം വന്നാലും കേരളത്തിലെ ഒരു ജനതയെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ജനത്തിന്റെ അടുത്തും ഇതുപോലെ വന്നു കിടന്ന് തെണ്ടണ്ട ഒരു ആവശ്യവും ഒരു മുഖ്യമന്ത്രിക്കും വരില്ലായിരുന്നു. കാരണം ഈ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്ന ആക്ഷേപം പ്രതിപക്ഷവും പത്രമാധ്യമങ്ങളും ഒന്നടങ്കം ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, കഴിവുകെട്ട, ക്രിയാത്മകമായി ഭരിക്കാൻ അറിഞ്ഞുകൂടാത്ത, സെക്രട്ടറി പറയുമ്പോൾ ഷൂ എന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ തലപ്പത്തിരുന്ന് നമ്മെ ഭരിക്കുമ്പോൾ അത്തരം ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എൻ്റെ വ്യക്തിപരമായ പൈസ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക, ഇതൊന്നും എന്നെ സംബന്ധിച്ച് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ എൻ്റെ അധ്വാനത്തിന്റെ ഒരു പങ്ക് എനിക്ക് നേരിട്ട് നൽകാനുള്ള, എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട് നൽകാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. 10 രൂപയെങ്കിൽ 10 രൂപ, 50 രൂപയെങ്കിൽ 50 രൂപ അർഹതയുള്ള ഒരാളുടെ കൈകളിലേക്ക് ചെല്ലുമ്പോൾ ചൊറിഞ്ഞു കയറി വരുന്ന സഖാക്കന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് 5 പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഒരല്പം കോമൺ സെൻസ് എന്നുള്ളത് ഒരു സഖാവിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ സഖാവായിരിക്കത്തില്ല. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ഇവന്മാരെ ഞാൻ കഴുതകളെന്നും വിളിക്കത്തില്ല. കാര്യം കഴുതകൾക്ക് ഒരു അപമാനമായിട്ട് ഇവന്മാർ മാറും. എൻ്റെ പൊന്നാകിലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കമ്മിക്കുട്ടന്മാർക്ക് അയ്യോ അങ്ങോട്ട് ഇളകി തിളച്ച് പിന്നെ അവരെ വരവാണ്. അവരത് ക്യാപ്സ്യൂളും വിഴുങ്ങി വരവാണ്. ആക്ച്വലി ഞാനും ഇഷ്ടം പോലെ കമ്മ്യൂണിസ്റ്റുകാരെ പറയാറുണ്ട്. ഓക്കെ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാടുണ്ട്. പക്ഷേ പാർട്ടിയിലെ പിണറായി ഭക്തന്മാരെൻ്റെ മക്കളെ അവരുടെ അത്ര ക്യാപ്സ്യൂൾ അടിച്ച് അവരാണ് മെയിൻ. അവരെ കൊണ്ടാണ് ഇരിക്കപ്പുറത്ത് ഇല്ലാത്തത് സോഷ്യൽ മീഡിയക്കകത്ത്. അപ്പോൾ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിക്കോ അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പേഴ്സണലി താല്പര്യമില്ല ഈ പറഞ്ഞ CMന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അയാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റൂ. ഇതിനിടയിൽ ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ധനസമാഹരണത്തിന് ക്യാമ്പയിനുമായി CPIM വീടുകൾ തോറും ക്യാമ്പയിൻ നടത്തും. എങ്ങനെ ഇരിക്കുന്നത്?
ഈ വീട്ടിൽ വന്നിട്ട് ബക്കറ്റ് പിരിവ് നടത്താത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയുള്ളൂ. ഇവിടെ കേരളത്തിൽ ഏതൊരു മനുഷ്യനും സഹായിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് അല്ലേ. ഇപ്പം നിങ്ങൾ ഈ പോകുന്ന വീടുകളിലുള്ളവർ തന്നെ അവരാൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഓൾറെഡി ചെയ്തു കാണും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ബക്കറ്റും കൊണ്ട് പിരിക്കാൻ പോകേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ അത് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതെന്താ പറയുക, ഇതിവിടെ ഒരു കൈൻഡ് ഓഫ് ഷോ ഓഫ് ആയിട്ട് മാറുന്നുണ്ട്. സീരിയസ് ആയിട്ട് പറയാം, കൈൻഡ് ഓഫ് ഷോ ഓഫ്. LDF ഇത്ര കൊടുത്തു, UDF ഇത്ര കൊടുത്തു, മുസ്ലിം ലീഗ് ഇത്ര കൊടുത്തു, BJP ഇത്ര കൊടുത്തു. ഈ കൊടുത്തതിൽ അവരത്ര കൊടുത്തു, നമ്മൾ ഇത്ര കൊടുക്കണം. അതായത് ആരെത്ര കൊടുത്തു എന്നുള്ളത് ഇത് കൃത്യമായ കൈകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടല്ല. ഇതിങ്ങനെ കാണിക്കണം നമ്മളൊക്കെ എത്ര കൊടുത്തു, എന്തെന്നാ ഇത്. എന്നിട്ട് ഈ കൊടുക്കുന്നതൊക്കെ എവിടുന്നാ? ഒന്നും പാർട്ടിക്കാരെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് തന്നെ മുതലൊന്നുമില്ലല്ലോ. സാധാരണ നാട്ടുകാരെ വീട്ടിൽ വന്നിട്ട് അവരെ ഇന്ന് കുത്തിന് പിടിച്ചു. ആരെങ്കിലും ഒരാൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു മോനെ, പാർട്ടി വിലക്കുവാനെ. അതിപ്പോൾ ഏത് പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിൽ ഈറ്റങ്ങളെ ചീഞ്ഞ മുഖം കാണേണ്ടി വരും. അതാണ് അവസ്ഥ. അതുകൊണ്ട് ദയവ് ഇത് ഈ വീട് തോറും കയറിയിട്ടുള്ള ബക്കറ്റ് പിരിവും പരിപാടിയൊക്കെ ഒന്ന് ഒഴിവാക്കി തരണം. അതൊന്നും സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് കാലം എന്തായിരിക്കും, എന്ത് വാങ്ങിയാലും ഇതിൻ്റെ പേരിലുള്ള എന്താണെങ്കിലും ഗവൺമെൻറ് കൊടുക്കേണ്ടത് ഗവൺമെൻറ് വാങ്ങും നമ്മളെന്നില്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പം എന്താണെങ്കിലും അഖിൽ മാരാർ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പേഴ്സണലി താല്പര്യമില്ല പൈസ കൊടുക്കാൻ. അത് വിചാരിച്ചിട്ട് ആരോടും കൊടുക്കരുത് എന്ന് അഖിൽ മാരാർ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്തോ, എനിക്ക് താല്പര്യമില്ല. ഇതായിരുന്നു അഖിൽ മാരാർ ആദ്യം മുതലേ പറഞ്ഞു വെച്ചൊരു ലൈൻ. അതായത് കക്കൂസ് 3-4 കക്കൂസ് അനുവദിച്ചു കൊടുത്തിട്ട് 15,000-20,000 രൂപ അനുവദിച്ചു കൊടുത്തിട്ട് അതിനകത്ത് കമ്മീഷൻ മേടിച്ചിട്ട് കമ്മീഷൻ അടിക്കുന്ന സഖാക്കന്മാർ. പശുവിനെ ഒരുത്തൻ്റെ വീട്ടിലേക്ക് പശുവിനെ കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ കാതിൽ പോയി കിണാപ്പടിച്ചിട്ട് ഈ പശുവിനെ വേറെടുത്ത് വിറ്റ് അതിൻ്റെ കമ്മീഷൻ അടിക്കുന്ന ആൾക്കാർ. ഇങ്ങനെ അപ്പം ഇത് നിയമപരമായിട്ട് നടക്കുന്നു വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് വന്ന പശുവിനെ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് വീട് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അർഹതപ്പെട്ടവർക്കാണോ? ഇത് ഗ്രാമസഭ കൂടി ഒരു ഗ്രാമസഭയിൽ അർഹതപ്പെട്ട സാധാരണക്കാർക്കാണോ ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അർഹതപ്പെട്ടവർക്കല്ല, ഗ്രാമസഭകൾ കൂടാറില്ല. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് സഖാക്കന്മാർ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഞാൻ കണ്ട കാഴ്ചയാണ്. ഇന്ന വീട്ടിൽ ഓന്തു ഗോപാലന് 3 ലക്ഷം രൂപ ധനസഹായം കൊടുത്തിട്ടുണ്ട് എന്ന് വിവരാവകാശത്തിൽ ഒരു പർട്ടിക്കുലർ പേരായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ ഓന്തു ഗോപാലന് അർഹതയുള്ളവനാണോ അർഹതയില്ലാത്തവനാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും അറിയാവുന്നത് ഈ ഓന്തു ഗോപാലൻ പാർട്ടിയുടെ ഒരു പഴയ മെമ്പറായിരുന്നെന്നും അവന്റെ വീടിന്റെ ചെരുവിലെങ്ങാണ്ട് പ്രളയവും ദുരിതമൊന്നും വരുന്നതിന് മുമ്പ് പണ്ടെങ്ങാണ്ട് ഒരു ഇച്ചിരി മഴവെള്ളം ഒലിച്ചിറങ്ങി സൈഡെങ്ങാണ്ട് ഒരു ഇച്ചിരി ഇടിഞ്ഞു പോയിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് അവന് അതിന്റെ പുനർനിർമ്മിക്കാൻ പൈസ കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ പേരിൽ അവന്റെ പാർട്ടി സഹായിച്ചു, അങ്ങനെ പാർട്ടിക്കാരുടെ ഹെൽപ്പ് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ പാസാക്കി ഈ സാധാരണ ഇവന്റെ കയ്യിലെത്തിക്കാം. അതുകൊണ്ടുള്ള ഗുണമെന്താ? സ്വന്തം പാർട്ടിയെ വളർത്താനുള്ള ഒരു ആയുധമാക്കി ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിക്കാൻ ഇവർക്ക് കഴിയും. പക്ഷേ നിയമപ്രകാരം നമുക്കാർക്കും ഇത് കണ്ടുപിടിക്കാനും പറ്റില്ല. അഖിൽ മാരാർ പറഞ്ഞു വെച്ച കാര്യം ഇതാണ്. അതായത് പാർട്ടിക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടും ഇത് വകമാറ്റി ചിലവഴിക്കാം. അങ്ങനെ സംശയം വന്നിട്ടില്ലേ? അതിൻ്റെ പേരിൽ ഇവിടെ കേസായിട്ട് ആളുകൾ പോയിട്ടില്ലേ? ലോകായുക്ത അടക്കം അതിൻ്റെ മുകളിലൊരു വേർഡിക്റ്റ് പറഞ്ഞിട്ടില്ലേ? അപ്പം ഈ സംശയം ഇവിടെ ആദ്യമായിട്ട് ഉന്നയിക്കുന്ന അഖിൽ മാരാർ മാത്രമൊന്നും അല്ലല്ലോ. ഇവിടെ അഖിൽ മാരാർ പറയുന്നില്ല എന്ത് കൊടുക്കാനേ പാടില്ല എന്ന്. പക്ഷെ സുതാര്യമാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേസ് കൊടുത്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പഷ്ടമായിട്ടുണ്ട് കേസ് കൊടുത്തത്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും 8-10 ആൾക്ക് കേസ് കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പേരിലൊക്കെ കേസ് എങ്ങനെ പോലീസ് എടുക്കണു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ നിൽക്കുമോ ഈ കേസൊക്കെ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സുമില്ല. ഇവർ ഒരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്റെ കണക്കെഴുതി വെച്ചാണ് ഞാനത് സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് 81.43 കോടി രൂപയാണ്. എനിക്കത് മനസ്സിലായിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ള കാര്യം. ഇത് എന്റെ അറിവില്ലായ്മയായിരിക്കാം, എന്റെ തെറ്റായിരിക്കാം. 81.43 കോടി രൂപ KSFക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു. ഇത് എന്തടിസ്ഥാനത്തിലാണ്? ഫുഡ് ഗ്രെയിൻസും മറ്റും മേടിക്കാൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസസിന് 450 കോടി രൂപ കോവിഡിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനും ആ ഡിപ്പാർട്ട്മെന്റിനും ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഫണ്ടും ഇല്ല. അതിലെ മുഖ്യമന്ത്രി കൊടുത്തിട്ട് വേണോ ഫുഡ് മേടിക്കാൻ എന്നുള്ള ഒരു സംശയം രണ്ടാമത് മാറ്റിവെക്കുന്നു.
കോപ്പറേറ്റീവ് ഡെപ്റ്റ്, അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു BPL, സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ, സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ, BPLകാരുടെ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 147.82 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു. ഇത് ആർക്കാണ് കൊടുത്തത്? സഹകരണ മേഖലയിൽ നിന്ന് ബാധ്യതകൾ ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത്? അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോൺ എടുത്തു കൊടുത്തതിനു ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ? ഈ രീതിയിൽ തങ്ങളുടെ അണികളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ നാളെയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഈ അന്തം ഭടന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാനിത് വെബ്സൈറ്റിലെ കണക്കാണ് പറഞ്ഞത്. കോപ്പറേറ്റീവ് ഡെറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു BPL 147.82 കോടി രൂപ ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയണം. അപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് ചിലവഴിച്ചതിന്റെ കുറെ കണക്കുകൾ അഖിൽ മാരാർ പറയുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ ഇതിന്റെ കണക്ക് പുറത്തു വിടാനുള്ള ധൈര്യം നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് കാണിക്കൂ. ഞാൻ ഒന്ന് ചോദിക്കുകയാണ്. അഖിൽ മാരാർക്കെതിരെ കേസ് എടുത്തു, ഓക്കെ. അഖിൽ മാരാർ പിറ്റത്തെ ദിവസം വീഡിയോയിൽ വന്നിരുന്നിട്ട് കണക്കുകൾ പറയുന്നു. ലൈക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ ചെയ്യുക? നോർമലി അതിന് കണക്കാണ് പുറത്തു. ഇതിപ്പോൾ ഒരു അഖിൽ മാരാർക്ക് മാത്രമുള്ള വിഷയമായിരിക്കുമോ? അഖിൽ മാരാറിൻ്റെ രാഷ്ട്രീയം എന്ന് നമുക്കറിയാം, അയാൾ കോൺഗ്രസ്സുകാരനാണ്. ഒരുപാട് ഇതേപോലെ രാഷ്ട്രീയ എതിർപ്പുള്ള ആളുകൾക്ക് അടക്കം ഉള്ളിനകത്ത് കാണും. മനസ്സിലായ? അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം എത്ര പൈസ വന്നു, അതെങ്ങനെ ചെലവഴിക്കുന്നു, ഇത് വിവരാവകാശം എഴുതി കൊടുത്താൽ കിട്ടുമെന്നൊക്കെ പറയും. വിവരാവകാശം എഴുതി കൊടുത്ത് കിട്ടിയവരാരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ കുറേ ന്യൂസൊക്കെ എടുത്ത് വെച്ച് നോക്കി, കിട്ടിയതായിട്ട് എൻ്റെ അറിവിൽ ആരെയും ഞാൻ കണ്ടില്ല. മനസ്സിലായ? അപ്പോൾ ഇത് ആർക്കൊക്കെ കൊടുത്തു, അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആളുകളെ ബോധിപ്പിക്കാൻ പറ്റിയാൽ എന്താ പാർട്ടിക്ക് നല്ലത്, അല്ല എന്ത് പറയാനാ, അല്ല സ്നേഹം. പിന്നെ ഇനി പറയാനുള്ള കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്, ഒരുപാട് പേരുടെ വീട് വെച്ച് കൊടുക്കാന്നുള്ള ഓഫർ, പിന്നെ ഞങ്ങളെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ അടക്കം അങ്ങനത്തെ ഒരുപാട് സംഘടനകൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, അങ്ങനെ പല പല ഓഫറുകൾ ഇപ്പം ഈ വയനാട്ടിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ജനങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട്, ഒരുപാട് പൈസ വരുന്നുണ്ട്, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം എല്ലാം വരുന്നുണ്ട്. ഞാനൊരു എൻ്റേതായിട്ടുള്ളൊരു ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. അതായത് ഇവരെ ഇവിടെ നിന്ന് ഇനി മാറ്റി പാർപ്പിക്കുക. ഇവൻ ഈ റീബിൽഡ് വയനാട് വരുമ്പോൾ, ഈ റീബിൽഡ് വയനാട്ടിൽ തന്നെ, ഓക്കെ, വയനാട്ടിൽ തന്നെ വയനാട് എന്ന് പറ്റുന്ന രീതിയിൽ, ആ വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭൂപ്രകൃതി, ആ ഒരു ഏരിയയ്ക്ക് പറ്റുന്ന രീതി, ആ ഒരു എൻവയോൺമെൻറ്റിന് ഏറ്റവും അടിപൊളിയായിട്ട് സൂട്ടാവുന്ന രീതിയിലുള്ള വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന്. ഇനി അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ റീലൊക്കേറ്റ് ചെയ്യുക. ദയവ് ചെയ്ത് ഇനി എന്ത് ചെയ്യരുത്, റിസോർട്ടും കോറിയും വലിയ മറ്റേ എയർപോർട്ടും ആനമുട്ടം പ്രൊജക്റ്റുമായിട്ട് വയനാടിനെ ഇനി വേറൊരു ദുരന്തത്തിലേക്ക് തള്ളിവിടാതിരിക്കുക. മനസ്സിലായ? ഇപ്പോൾ കണ്ടു കുറേ വീട് ബോച്ച വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു, 1000 ഏക്കർ മറ്റേ ബോച്ചേൻ്റെ റിസോർട്ട് മറ്റേ പരിപാടിയൊക്കെ. സംഗതി ശരി, അങ്ങേര് കുറേ കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇനിയും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ അങ്ങേര് ചെയ്യുന്നത് എന്താ? റിസോർട്ട് തന്നെയല്ലേ. അതോ ഇനി അത് പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെയാണ്. മനസ്സിലായ? ഈ എയർപോർട്ടിൻ്റെ ഒരു വലിപ്പവും സ്ട്രക്ചറും അതാ നാടിൻ്റെ എൻവയോൺമെൻറ്റിന് പറ്റിയതാണോ എന്നൊക്കെ നോക്കി ചെയ്യുന്നതല്ലേ ബെറ്റർ. ബോച്ചേൻ്റെ അവിടെ എയർപോർട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ റീബിൽഡ് വയനാട് എന്നുള്ളത്, ഇപ്പോൾ ഈ മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള ആളുകൾ ഈ ഇതിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അതായത് വെസ്റ്റേൺ ഗാഡ്സിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, വയനാടിന് എന്തൊക്കെ ആവശ്യമുണ്ട്, നോൺ ഡെവലപ്മെൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണ്, ഇനിയും ഡേഞ്ചറായിട്ട് കിടക്കുന്ന എത്ര ഏരിയാസ് ഉണ്ട്, ഉരുൾപൊട്ടാനും ഈ പറഞ്ഞ വെള്ളം കയറാൻ സാധ്യതയുള്ള എത്ര ഏരിയാസ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട്
എന്നിട്ട് വേണം ഞാൻ പറഞ്ഞ റീബിൽഡ് വയനാട് ഈ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് മാത്രമല്ല ചെയ്യേണ്ടത്. റീബിൽഡ് വയനാട് മൊത്തം ചെയ്യാനായിട്ടുണ്ട്. വയനാട്ടിൽ വന്യജീവികൾ ഇറങ്ങുന്നു, ആളുകളെ കൊല്ലുന്നു, ആളുകളും വന്യജീവികളും തമ്മിലുള്ള അടിപിടി. അപ്പം ഇതൊക്കെ വരാൻ കാരണം എന്താ? കാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, സ്ഥലമില്ല. അപ്പോൾ റീബിൽഡ് വയനാട് എന്നുള്ളത് യാഥാർത്ഥ്യത്തിൽ ശരിക്കും റീബിൽഡ് വയനാട് തന്നെ ആവണം. വയനാട് കംപ്ലീറ്റ് റീബിൽഡ് ചെയ്ത് എല്ലാവർക്കും, മൃഗങ്ങൾക്കും കാടും ജനങ്ങളും ഒക്കെ ഒരുപോലെ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, പ്രകൃതിയോട് ഇണങ്ങി കോ എക്സിസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയും ബേജാറും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഇല്ല, പൈസ വന്നു, സർക്കാരിന് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പൈസയിൽ കുറച്ചൊക്കെ ഒന്ന് ചിലവാക്കി കാണിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഒരു സർക്കാരിന് ഇപ്പം ഏകദേശം കാര്യങ്ങൾ തീരുമാനമാവാനായിട്ടുണ്ട്. ഇനി ഒരു ഇലക്ഷൻ വരാൻ പോവാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഈ പറഞ്ഞ വഴിമാറ്റി ചെലവഴിക്കലും ഈ പറഞ്ഞ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വരുന്ന പരിപാടിയൊക്കെ അതൊക്കെ ചെയ്യാൻ വളരെ പാടായിരിക്കും. കാരണം എല്ലാവരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി CMൻ്റെ ദുരിതാശ്വാസ ഫണ്ട്, അതിന് പ്യൂരിറ്റി ഉണ്ടോ, അതിന് ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയല്ലോ. പിന്നെ അതിന്ന് വകമാറ്റി ചെലവഴിക്കലും കൈയിട്ട് വരലൊക്കെ കുറവായിരിക്കും. ബട്ട് ഇനിയൊരു ആവേശം കാണും, ചെയ്തു കൊടുക്കാനുള്ളൊരു ആവേശം. ആ ആവേശം മൂത്തിട്ട് ഇനിയും കോൺക്രീറ്റ് കാടുകൾ കെട്ടിപ്പൊക്കരുത്. ഏത് അവിടുത്തെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റും വീടും വെച്ചാൽ മതി. ഓക്കെ, അല്ലാതെ ഇനി വയനാടിൻ്റെ നെഞ്ചിൽ കൊണ്ടുപോയിട്ട് മറ്റേതുണ്ടല്ലോ, ഞങ്ങളാണ് ഇനി എല്ലാം ചെയ്യാൻ പോണേ, ഞങ്ങളെല്ലാം ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തുരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു ടൗൺഷിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഓക്കെ, സോ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പും വിവരമുള്ള ആളുകളുണ്ട്, അവരോട് ചോദിച്ചിട്ട് എവിടെ എന്ത് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം എന്ന് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ആവേശത്ത് കയറി ചാടി അമ്പാനാവരുത്.